Hi, hello, and good afternoon, everyone, to the live sessions from Tiju's Academy, Tiruvalla. So, how are you all? നമ്മൾ ഇന്ന് IELTSൻ്റെ ജനറൽ റൈറ്റിംഗ് ടാസ്ക് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ മൺഡേസ് ആർ ഫോർ ദോസ് ഡേയ്സ് നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യുന്നത് റിഗാർഡിങ് IELTS ലെറ്റേഴ്സ് ആണ്. സോ അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാനുള്ള റീസൺ നമുക്ക് പുതിയതായിട്ട് വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് പിന്നെയും ഞാൻ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദോസ് ഹൂ ആർ ഓൾറെഡി ഇൻ ടു ദിസ് who are already the audience, നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്ഥിരമായി കണ്ടുപോകുന്ന നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടല്ല. സോ പാർഡൻ മീ ഇഫ് യു ഫീൽ ഒരു റെപ്പറ്റീഷൻ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം പാർഡൻ. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ ദ ന്യൂ പീപ്പിൾ. ഓക്കെ, so today's topic is really fresh. It's about a context. We have already discussed different context during our letter writing discussions. So this is particularly based on a particular context, okay, and how to respond or how to react to those situations, how you can communicate in those situations. That is what we will be discussing in the session today, right? So I welcome you all once again to this session, live session. So നമ്മളുടെ ഈ റൈറ്റിംഗ് ടാസ്ക് ജനറൽ വരുമ്പോഴത്തേക്കിനും ഞാൻ കാണുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, മോസ്റ്റ്ലി വാട്ട് സ്റ്റുഡൻസ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇസ് ദ സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് പലപ്പോഴും പലർക്കും അറിയില്ല. സോ അതുകൊണ്ടാണ് കോണ്ടെക്സ്റ്റ് ബേസിൽ തന്നെ നമ്മൾ എത്ര ലെറ്റർ റൈറ്റിംഗ് കോണ്ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്താലും ഓരോ കോണ്ടെക്സ്റ്റും ഡിഫറെൻ്റ് ആണ്. സോ ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ടുഡേ വാട്ട് ഐ ഹാവ് ടേക്കൺ ഫോർ യു ഇസ് കംപ്ലൈനിങ് അബൌട്ട് എ ബാഡ് സർവീസ് യു ഹാഡ് ഫ്രം എ റെസ്റ്റോറൻറ്റ്. സോ IELTSൽ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കംപ്ലയിൻറ്റ് ലെറ്റേഴ്സ്, അല്ലേ? നമ്മൾ നേരത്തെ പ്രീവിയസ് സെഷനിലും കംപ്ലയിൻറ്റ് ലെറ്റർ തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. ബട്ട് ദിസ് ഇസ് അബൌട്ട് കംപ്ലൈനിങ് അബൌട്ട് എ ബാഡ് സർവീസ് യു ഹാഡ് ഫ്രം എ റെസ്റ്റോറൻറ്റ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിലും നമുക്കാണെങ്കിൽ പോലും പേഴ്സണലി ഇതുപോലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ ഒരു മടി കാണിക്കാറുണ്ട്. ഓർ എൽസ് നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ചിലപ്പോൾ അതിനൊരു റെസ്പോൺസ് ഉണ്ടാവില്ല. എന്നാലും നമ്മളിതിൽ ലാംഗ്വേജ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദ സിറ്റുവേഷൻ, ഹൗ ദ റൈറ്റർ റെസ്പോൺസ് ടു ദ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, and how to communicate it through a letter. See, basically ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, written and spoken languages are totally different. അത് let it be any, you can take any example, let it be English, Malayalam, Hindi or any other language. You can see the spoken form and the written form is totally different. അപ്പോൾ ഈ റിട്ടൺ ഫോം എന്താണ്? പലപ്പോഴും റിട്ടൺ ഫോം എല്ലാവർക്കും സ്പോക്കൺ ഫോം അറിയാം. പക്ഷെ റിട്ടൺ ഫോം അത് നിങ്ങൾ അവെയർ അല്ലാത്തത് ബേസിക്കലി ആ ഒരു ലാംഗ്വേജ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ ഇതിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്, നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ്. നമ്മൾ ഇമെയിൽസൊക്കെ സെൻഡ് ചെയ്യാറുണ്ടല്ലേ? എന്നാലും പലപ്പോഴും ഇമെയിലിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്, അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വെദർ ദ മെസ്സേജ് ഈസ് കൺവേ ടു ദി അതർ പേഴ്സൺ ഇസ് നോട്ട് ഓർ നോട്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം. അവിടെ സെൻറ്റൻസസിനോ സെൻറ്റൻസ് മേക്കിംഗ് സ്കിൽസിനോ അല്ലെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിനൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ആൻഡ് നോബഡി ഈസ് ഓൾസോ ബോതേർഡ് അബൌട്ട് ദ കൈൻഡ് ഓഫ് ഗ്രാമർ യു ഹാവ് യൂസ്ഡ്. സോ that is where almost all the candidates find it as a challenge. So
എത്ര ഇമെയിൽസ് എഴുതി പരിചയമുള്ളവർക്കാണെങ്കിലും മെയിനായിട്ട് വരുന്നൊരു പ്രോബ്ലം ഇതാണ്. ഇന്നും കൂടെ ക്ലാസ്സിൽ കേട്ട ഒരു മേജർ ഇഷ്യൂ ആണ്. ഞാൻ സ്റ്റുഡൻറ്റുമായിട്ട് കോൺവേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മെയിനായിട്ടും പറഞ്ഞാണ്, ഇമെയിൽസ് വരുമ്പോൾ ഒരു ലെറ്റർ റൈറ്റിംഗ് കോണ്ടെക്സ്റ്റ് നമുക്കിപ്പോൾ ഇല്ല. ഒഫീഷ്യൽ ബേസിസിലാണെങ്കിലും ഇമെയിൽസ് വരുമ്പോൾ പോയിൻ്റ് ബൈ പോയിൻ്റ് അത് പറയാറ് മാത്രമേ ഉള്ളൂ. അതിലെങ്ങനെ അതിനെ സെൻറ്റൻസ് ആക്കണം എന്നുള്ളൊരു ഒരു കാര്യത്തിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു കേസ് മാത്രമല്ല, ഇത് പലരുടെയും ഒരു വലിയൊരു കൺസേൺ ആണ്. ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം, പ്രോപ്പറായിട്ട് പ്രപ്പോസിഷൻസ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഗ്രാമാറ്റിക്കലി അതെങ്ങനെ കറക്റ്റ് ആയിരിക്കണം, എല്ലാവരും ലിസ്റ്റ് ചെയ്ത് പോകാറ് മാത്രമേ ഉള്ളൂ. സോ അത് ഇപ്പോൾ റിപ്പോർട്ട് ബേസിസിലായിക്കോട്ടെ, അതൊരു കൺവേ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്, നമുക്ക് ആ പ്രാക്ടീസ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് മോസ്റ്റ്ലി നമുക്ക് ഈ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നത്. ബട്ട് ഒരു കാര്യം ഞാൻ ശരിക്കും ഗ്യാരണ്ടി എനിക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൺസ് ഒരു പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ഈ ലൈവ് സെഷൻസിൽ കാണുന്ന യൂസേജസ് ആയിക്കോട്ടെ, ഫ്രേസസ് ആയിക്കോട്ടെ, അല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയയുടെ ബേസിസിൽ നിങ്ങൾ പതുക്കെ ലാംഗ്വേജ്, നമ്മൾ ഓരോ ലാംഗ്വേജ് ഇതിനകത്ത് തരുന്നുണ്ട്, യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻസ് തരുന്നുണ്ട്. അത് ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസ് മേക്കിംഗ് അത്ര പ്രോപ്പറായിട്ട് വന്നെന്നിരിക്കില്ല. പക്ഷേ ഗ്രാജുവലി നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ട്, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ തന്നെത്താനെ വരണം. അവിടെയാണ് ആ പ്രാക്ടീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മാത്രമല്ല, പ്രാക്ടീസിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. മേ ബി ഇറ്റ് വിൽ ടേക്ക് 1 month, മോർ ദാൻ എ മന്ത്. സോ ഡെയിലി നിങ്ങൾക്ക് കറക്ഷൻ വേണം. ഡെയിലി ബേസിസിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വിൽ ബി scoring a better score for, not a better score, a high score for letter writing, task 1. Okay, so ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മളിന്ന് complaining about a bad service you had from a restaurant. Okay, that is what we are discussing today. So let's look at the question. ഇതൊരു കുറച്ച് നേരത്തെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പ്രാക്ടീസ് ചെയ്തു പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളുടെ IELTSൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നേരത്തെ വന്നിട്ടുണ്ട്. ഓക്കെ, you have eaten at a restaurant and it was such a terrible experience that you have decided to inform the manager by letter of what happened and that you want your money back. So ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചു, വളരെ മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാനേജറിനെ ഇൻഫോം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അത് ലെറ്ററിലൂടെയാണ് നിങ്ങൾ ഇത് കൺവേ ചെയ്യാൻ പോകുന്നത്. ആൻഡ് യു വോണ്ട് യുവർ മണി ബാക്ക്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു വലിയൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നായിരിക്കാം ചെയ്തത്, but you are asking for the money. You want a refund of for the bad experience you had from the restaurant. Okay, you want to compensate for what you missed. So the things that you need to focus here, അപ്പോൾ അതവിടെ വളരെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. Things to include here is that you need to be concise but explain what happened. വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ, വളരെ സ്പെസിഫിക്കലി നിങ്ങൾ എന്താണ് അവിടെ നടന്നതെന്നും, ആൻഡ് യു നീഡ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ. യു ഡോണ്ട് ഹാവ് ടു ആക്ച്വലി ടോക്ക് അബൌട്ട് ദ ഹോൾ ഇൻസിഡൻറ്റ്, ബട്ട് സ്റ്റിൽ എന്താണ് അവിടെ നടന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഷുഡ് ബി റിയലി പ്രിസൈസ് ആൻഡ് യു നീഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, സോ യു നീഡ് ടു ബി പൊലൈറ്റ് ഇൻ ദ സെൻസ്, ഏത് രീതിയിലാണ് പൊലൈറ്റ് ചെയ്യുന്നത്. നോ വൺ റെസ്പോൺസ് ടു ദ ഇൻസൾട്ട്സ്. സോ നിങ്ങൾക്കൊരു കോണ്ടെക്സ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഹിൻറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യു നീഡ് ടു പ്ലേസ് യുവർ സെൽഫ്. ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു ടെക്നിക്കാണ് പ്ലേസ് യുവർ സെൽഫ് ഇൻ ടു ദാറ്റ് സിറ്റുവേഷൻ. അല്ലേ, നമുക്കതങ്ങനെ ഉണ്ടായാൽ അതേത് രീതിയിലായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ അതിനെ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ ഇതിൻ്റെ ഒരു
90% ക്ലൂ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഗുഡ് പാർട്ട്, ദ ബെസ്റ്റ് പാർട്ട് അല്ലേ? സോ നമ്മൾ പൊളൈറ്റ് ആവണം. എവിടെയാണ് പൊളൈറ്റ് ആവേണ്ടത്? സോ യു മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇൻസൾട്ട് ആരുടെയോ ഭാഗത്തു നിന്ന്. അത് ഒബ്വിയസ്ലി കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നല്ല. നിങ്ങൾക്ക് സർവീസ് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ ഇൻസൾട്ടായിരിക്കാം അല്ലേ? യെസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരികയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡി ഷേമിങ് ചെയ്തു ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചുള്ളൊരു കമൻ്റ് ആയിരിക്കാം പറഞ്ഞത്, നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ചുള്ളൊരു കമൻ്റ് ആയിരിക്കാം പറഞ്ഞത് അല്ലേ? സോ ഇതുപോലുള്ള കമൻറ്റ്സ് ഒക്കെയാണ് പെട്ടെന്ന് നമ്മളെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് നമ്മൾ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ ആയിട്ടാണ് തന്നത്. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. യു നീഡ് ടു ഇമാജിൻ വാട്ട് ഹാപ്പൻഡ്, അല്ലെങ്കിൽ വാട്ട് കുഡ് ഹാവ് ഹാപ്പൻഡ്. ദാറ്റ് ഈസ് അപ് ടു യു. യു ക്യാൻ ഡിസൈഡ്. ഞാൻ പറയുന്നത് തന്നെ റീസണായിട്ട് എഴുതണമെന്നില്ല. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, യെസ്. സോ ഇനി നമ്മൾ എന്താണ് പറയേണ്ടത്? നോ വൺ റെസ്പോൺസ് ടു ദാറ്റ് ഇൻസൾട്ട്സ്. അപ്പം നിങ്ങൾ ആ ഇൻസൾട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് നോ വൺ ഇൻ ദാറ്റ് ഗ്രൂപ്പ് ഓർ മേ ബി അവിടെ ഉള്ള ആൾക്കാർ ആരും തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫ് തന്നെ ആരും തന്നെ ഇത് തടഞ്ഞില്ല, അല്ലെങ്കിൽ ആരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആൻഡ് യു ആർ ലിസണിങ് ടു ദിസ് പെർട്ടിക്കുലർ ഇൻസൾട്ട്. ഓക്കെ, ആൻഡ് യു ആർ ദ സോൾ പേഴ്സൺ ഹു ഇസ് actually going through the whole thing, and no one is there to support you. Okay, so then we have firmness. So you want to be taken seriously. That is, you want something to happen. In the sense, compensation ആണ് യൂഷ്വലി അല്ലേ? അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മാനഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു ആസ്ക് ഫോർ കോമ്പൻസേഷൻ, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് ഇൻ എ പബ്ലിക് പ്ലാറ്റ്ഫോം ഓർ ഇൻ എ പബ്ലിക് പ്ലേസ്. വി ഡെഫിനറ്റ്ലി ഗോ ഫോർ എ കോമ്പൻസേഷൻ. യെസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ യു നീഡ് ടു യൂസ് എ പ്രോപ്പർ സ്ട്രക്ചർ, യു നീഡ് ടു യൂസ് എ പ്രോപ്പർ ഫോർമാറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദിസ് പെർട്ടിക്കുലർ ലെറ്റർ. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ സിറ്റുവേഷൻ. അപ്പം നമുക്കിനി നമ്മളുടെ സാമ്പിൾ ആൻസറിലേക്ക് കയറാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി, ഇനി ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ആൻസർ. ഐ എം സോറി, ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ആൻസർ. ഓക്കെ, സോ ഹിയർ യെസ്, the letter is to the manager, right? Just a second. Okay, so we are writing this to the manager, right? So let's see. I would like to express my regret at having dined at your establishment last night. Please allow me to explain. So ഇവിടെ എന്താണ് പറയുന്നത്? എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ dined at your establishment last night. It's not an establishment, but still it's a restaurant, and you can write it like that. Please allow me to explain. അപ്പോൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. പ്ലീസ് allow me. ഇതൊരു ഫോർമൽ ലെറ്റർ ആയതുകൊണ്ടാണ് പ്ലീസ് allow me എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തോന്നുമായിരിക്കും അല്ലെ, കംപ്ലെയിൻറ്റ് ലെറ്റർ ആയിട്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് നടന്നു, എന്നാലും പൊളൈറ്റ് ആവേണ്ട ഒരു ആവശ്യമുണ്ട്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് ദി ഐഡിയ ആരാണ് ഈ ലെറ്റർ വായിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. സോ ഫോർമൽ ലെറ്ററിൽ കൂടെ റൂട്ട് കോൺവെർസേഷൻസ് ഒബ്വിയസ്ലി യു കനോട്ട് ഡു ദാറ്റ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻഫോർമൽ, you need to write in a very polished way. So this is one of the best examples. Please allow me to explain. അപ്പോൾ എനിക്കത് പറയാനുള്ള സാഹചര്യം തരണം, അല്ലെങ്കിൽ എനിക്കത് പറയാൻ എന്നെ അനുവദിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നത്. The table was booked 2 months in advance. Since അപ്പോൾ നമ്മൾ എന്താണ് ഇനി നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ? നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? നമ്മൾ ഈ സിറ്റുവേഷൻ കുറച്ചും കൂടെ നമ്മൾ ഒരു ഇതിൽ അല്ലേ നമ്മളതിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറയണം അല്ലേ? സോ അത് യു ഷുഡ് ബി കൺസൈസ്, ഷുഡ് ബി ടു ദ പോയിന്റ്, ബട്ട് സ്റ്റിൽ യു നീഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ,
ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ യു നീഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 150 വേർഡ്സ്. ലെറ്റർ ആണെന്ന് പറഞ്ഞാലും ഇത് എഴുതി വരുമ്പോൾ 149 വേർഡ്സ് ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് ഗോയിങ് ടു പിനലൈസ് യുവർ സ്കോർസ്. ടാസ്ക് റെസ്പോൺസിൻ്റെ അണ്ടറിൽ നമ്മൾക്ക് സ്കോർ കിട്ടില്ല. സോ നമുക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. സോ ഹിയർ ദി സിറ്റുവേഷൻ ഇസ് റിയലി എക്സ്പ്ലെയിൻഡ് അല്ലേ. നമുക്ക് നോക്കാം. ദ ടേബിൾ വാസ് ബുക്ക് 2 months in advance since it was to cater a major professional event, and yet we were informed by the maitre d' upon the arrival that there were no tables sufficiently large. Maitre d' hotel എന്നാണ് പറയുന്നത്. maitre d' hotel എന്നാണ് യൂഷ്വലി അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. maitre d' hotel എന്ന് പറഞ്ഞാൽ it's actually an expression, it's a word, or it's actually stands like a person who is the head person, the main person, okay, major who is more responsible. അതായത് നമ്മൾ വെയിറ്റേഴ്സ് അല്ലെ ബെയറേഴ്സിൻ്റെ ഏറ്റവും ചീഫ് ആയിട്ടുള്ള ആളെയാണ് maitre d' hotel എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, so this is an expression and you need to say, okay, upon the arrival and that there were no tables sufficiently large and we would have to dine separately. I did press this point with your staff as it was imperative that my party remain in each other's company, but we were told that it was simply impossible to seat us all together. So ഇവിടുത്തെ ഇഷ്യൂ എന്താണ്? The table was booked 2 months in advance. അതായത് 2 മാസം മുമ്പ് തന്നെ ഈ ഒരു അഡ്വാൻസ് കൊടുത്തിരുന്നതാണ്. എന്തിന്? അതായത് അഡ്വാൻസ് അല്ല, അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിരുന്നതാണ് അല്ലേ. ഇറ്റ് വാസ് ടു കേറ്റർ എ മേജർ പ്രൊഫഷണൽ ഇവൻറ്റ്. ഒരു മേജർ കേറ്റർ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? പലരും കേറ്ററിംഗ് എന്നുള്ളതിൻ്റെ ഇതിൽ തന്നെ, യെസ്, അതൊരു വേർബായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കേറ്ററിംഗ് എന്ന് പറയുമ്പോഴത്തേനും കൊടുക്കുക അല്ലേ. സോ കേറ്റർ കണ്ടക്റ്റ് എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൻ്റെ വേർഡിങ്സ് ആണ് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇറ്റ് വാസ് ടു കേറ്റർ എ മേജർ പ്രൊഫഷണൽ, ഒരു മേജർ ആയിട്ടുള്ള പ്രൊഫഷണൽ ഇവൻറ്റ്സ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ പ്രൊഫഷണലായിട്ട് വരുന്ന ഇവൻറ്റ്സ് എല്ലാം തന്നെ ഒരു ഹോട്ടലിലാണ് നടത്തുന്നത് അല്ലേ. ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു റിസോർട്ടിലായിരിക്കാം, ഹോട്ടലിലായിരിക്കാം. സോ അവിടെ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഇവൻറ്റ് നടത്തുവാൻ വേണ്ടിയിട്ട് this person had booked it already. വളരെ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ബുക്ക് ചെയ്തിരുന്നു. and yet we were informed by the എന്നിട്ട് ആ ഒരു മൊമെൻറ്റിലാണ് ഈ maitre d' hotel എന്ന് പറയുന്നത് ഹെഡ് ആയിട്ട് നിൽക്കുന്ന ആൾ ആ ടൈമിലാണ് പറയുന്നത്. അതായത് അവിടെ അറൈവലിൻ്റെ സമയമായപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഈ ഒരു ഇവൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി ഇവർ സ്റ്റാഫ് മുഴുവൻ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആൾ പറയുന്നത്. അതായത് ദ ടേബിൾസ് ആർ നോട്ട് സഫിഷ്യൻ്റ്, അവിടെ അതിന് മാത്രമുള്ള ടേബിൾസ് ഇല്ല, ലാർജ് ആയിട്ടുള്ള ടേബിൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നാണ് ഇവർ ഡൈനിങ് ഒരുമിച്ച് വേണം എന്ന് പറഞ്ഞ ആ ഒരു ആവശ്യം അവിടെ ശരിക്കും പറഞ്ഞാൽ എന്തോ മേ ബി ദെയർ നെഗ്ലിജൻസ് ഓർ ഇഗ്നോറൻസ്, അല്ലെങ്കിൽ മറന്നുപോയതാവാം. സോ വാട്ട് എവർ ദ റീസൺ ഇസ്, അവർ പറഞ്ഞു അവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്രയും വലിയ ഡൈനിങ് സ്പേസ് അല്ല, ഡൈനിങ് ടേബിൾ അവിടെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡൈനിങ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിച്ചത്. So I did press this point with your staff as it was imperative. അതായത് ഈ ഒരു പോയിന്റ്, അതായത് ഡൈനിങ് ഒരുമിച്ച് വേണമെന്നായിരിക്കാം അല്ലേ, നമ്മളങ്ങനെയാണ് ഇവിടെ പറയുന്നത്. സോ ഈ ഡൈനിങ് ഒരുമിച്ച് വേണമെന്ന് ഉള്ള കാര്യം ഇവിടെ ഈ ഒരു വെയിറ്ററിനോട് പ്രത്യേകം, ഈ വെയിറ്ററിനോട് എന്നല്ല, ഈ ഒരു കണ്ടീഷൻ നേരത്തെ തന്നെ ഇദ്ദേഹം പറഞ്ഞിരുന്നു. സോ ഇറ്റ് വാസ് ഇമ്പറേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് വാസ് that necessary, it was compulsory എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് വാസ് വെരി നെസസറി, അതൊരു മേ ബി ആ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മൈ പാർട്ടി റിമെയിൻ ഇൻ ഈച്ച് അതേഴ്സ് കമ്പനി, ഒരുമിച്ചിരുന്ന് അത് വേണം, അല്ലെങ്കിൽ അതൊരു ദാറ്റ് വാസ് ദ നെസസിറ്റി, അതൊരു ആവശ്യമായിരുന്നു.
But we were told that it was simply impossible to seat us all together. അതിപ്പം വളരെ നിസ്സാരമായിട്ടാണ് അവരത് എടുത്തിട്ട് ആൻഡ് മേ ബി ദേ മേ നോട്ട് ഹാവ് ടേക്കൺ ഇറ്റ് ദാറ്റ് സീരിയസ്ലി അല്ലേ. എന്നിട്ട് ഇവരോട് പറഞ്ഞത് അത് നടക്കില്ല എന്നും അവർ ഒരുമിച്ചിരുത്താൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് അവരവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ. ഇൻ അഡീഷൻ ടു ദിസ്, അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ അത് അത്രയും പാരഗ്രാഫ് ചെയ്തു. നമ്മൾ നോക്കി പോകേണ്ട കാര്യങ്ങൾ എക്സ്പ്രഷൻസ് മാത്രമല്ല, നമ്മളിവിടെ സെക്കൻഡ് കാര്യം നമ്മൾ നോക്കേണ്ടത് ഇസ് ദിസ് വേർഡിങ്സ്, സെൻറ്റൻസസ് ആൻഡ് ഓൾസോ ദ വേ ഹൗ ഇറ്റ് ഈസ് കൺവേഡ് ടു ദ പേഴ്സൺ. ഓക്കെ. സോ ഇനി രണ്ടാമത്തെ പോയിന്റിലേക്കാണ് കയറുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആദ്യത്തെ പോയിന്റ് പറഞ്ഞു, നമ്മളത് തീർത്തു. ഇനി ഇതിന് അഡീഷണൽ ആയിട്ട് കിടക്കുന്ന പോയിന്റാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ ഇൻ അഡീഷൻ ടു ദിസ്, സെവറൽ മെനു ഐറ്റംസ് വെർ അൺഅവൈലബിൾ ഓൺ ദ നൈറ്റ്, ഇൻക്ലൂഡിംഗ് എവറി വെജിറ്റേറിയൻ ഓപ്ഷൻ, meaning that 3 members of my party were left to eat only bread throughout the meal. So that is really embarrassing അല്ലേ. എന്താ ഇവിടെ പറയുന്നത്? ആ രാത്രിയിൽ പല മെനു ഐറ്റംസിലുള്ള പല കാര്യങ്ങളും അൺഅവൈലബിൾ ആയിപ്പോയി. ഈവൻ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഓപ്ഷൻസ് പോലും ഇല്ലാതായി. അപ്പോൾ എന്താണ്, 3 പേര് ആ കൂട്ടത്തിലുണ്ടായിരുന്ന 3 members-ന് they were left to eat only bread. Okay, that is really embarrassing, that is really insulting. വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ് അല്ലേ. നമുക്ക് ബ്രെഡ് മാത്രം കഴിച്ച് ഇത്രയും വലിയൊരു ഡൈനിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ് എല്ലാം കൊടുത്തു, എന്നിട്ട് ദിസ് ഇസ് വാട്ട് യു ഗെറ്റ് ഫ്രം ദം. സോ ദേ ഹാഡ് ടു ഈറ്റ് ഓൺലി ബ്രെഡ് ത്രൂ ഔട്ട് ദെയർ മീൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് റിയലി എംബാരസിങ്. As a result of these incidents, I had intended not to pay, but your staff informed us that they would call the police if we refused, and so, to avoid further embarrassment, I complied. So, ഇവിടെ ഇൻസൾട്ടിൻ്റെ മേളിൽ ഇൻസൾട്ട് വന്നിരിക്കുകയാണ് അല്ലേ. ഓൾറെഡി ഫുഡ് അൺഅവൈലബിൾ ആയതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ബ്രെഡ് മാത്രം കഴിച്ച് നിൽക്കേണ്ടി വന്നു. ഈ എംബാരസ്മെൻറ്റ് സഹിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ അത് തന്നെ ഒരു ഇൻസൾട്ടായി. അതിന് പുറമെ എന്താ സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇൻസൾട്ട് വന്നു കഴിഞ്ഞാൽ വി വിൽ നെവർ പേ അല്ലേ. അതാണ് ഐ ഹാഡ് ഇൻറ്റൻറ്റഡ് നോട്ട് ടു പേ. ഞാനത് കൊടുക്കാതിരിക്കാനാണ് നോക്കിയത്. എക്സ്ക്യൂസ് മീ. ബട്ട് യുവർ സ്റ്റാഫ് ഇൻഫോംഡ് us that they would call the police. സോ ഓക്കെ, ഇവിടെ വന്നപ്പോഴത്തേക്കിനും ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി അങ്ങ് മാറുകയാണ് അല്ലേ. നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വളരെ മോശം. ആ മോശമായ എക്സ്പീരിയൻസിന് പൈസ കൊടുക്കാതിരുന്നപ്പോഴോ യു ആർ ഗെറ്റിംഗ് ആക്ച്വലി ഒരു അതിനേക്കാളും വേഴ്സ്റ്റ് ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആൻഡ് ദേ സേ ദാറ്റ് ദേ വിൽ ഇൻഫോം ദ പോലീസ് ആസ് ഇഫ് യു ഹാവ് സ്റ്റോളൻ സംതിങ് ഫ്രം ദം. ഓക്കെ, ദാറ്റ് ഈസ് ഡബിൾ എംബാരസ്മെൻറ്റ് അല്ലേ. ആൻഡ് സോ ടു അവോയ്ഡ് ഫർദർ എംബാരസ്മെൻറ്റ്, അപ്പോൾ ഇനിയും എംബാരസ്മെൻറ്റ് ഉണ്ടാവാതിരിക്കാൻ ഞാനത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. എനിക്ക് ആ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. നിവൃത്തിയില്ലാതെ എനിക്ക് ആ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. ദിസ് experience was entirely unacceptable and I would like to request a full refund of the amount I paid. So ഇവിടെ എന്താ പറയുന്നത്? ഒട്ടും നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്തത് അല്ലേ. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് എ ഫുൾ റീഫണ്ട്. ഓക്കെ, ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തു. ഇനി ആ പേയ്മെൻറ്റിന് ദേ ആർ ആസ്കിങ് ഫോർ എ റീഫണ്ട്. ദിസ് പേഴ്സൺ ഈസ് ആസ്കിങ് ഫോർ എ റീഫണ്ട്. Okay, I would also suggest that your staff not promise customers degrees of service that they are unable to provide in order to avoid disappointing experiences such as these. So നമ്മളൊരു യൂഷ്വലി ഈ ഡിഗ്രീസ് ഓഫ് സർവീസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സിൽ കാണാറില്ലേ മികച്ച കാര്യങ്ങൾ അല്ലേ. എല്ലാം മികച്ചതായിരിക്കും, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അത് വളരെ മികച്ച സർവീസ് ആയിരിക്കാം, മികച്ച ഫെസിലിറ്റീസ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അതിനാണ് ഡിഗ്രീസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ദയവായിട്ട് ഇങ്ങനെയുള്ള പ്രോമിസസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ റൈറ്റർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യം.
ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഹീ ഈസ് ഫേമിങ്. വളരെ ഇതായിട്ട് തന്നെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ, അല്ലേ? സോ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആദ്യം ഈ ഒരു സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് പറയുക എന്നുള്ളതായിരുന്നു. സെക്കൻഡ് പോയിന്റ് ഇവിടെ പറഞ്ഞിരുന്നത് യെസ്, ലെറ്റ്സ് സീ, ഔട്ട്ലൈൻ ചെയ്യുക, വാട്ട് യു വിഷ് ഫ്രം ദിസ്, അങ്ങനെ ഒരു ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് ദാറ്റ് തേർഡ് വൺ വാസ് ഫേംനെസ്, വാട്ട് യു വോണ്ട് ടു ബി ടേക്കൻ സീരിയസ്ലി. ഓക്കെ, സോ ഇത്രയും 3 കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കവറേജ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു പ്രോപ്പർ രീതിയിലാണ് പോയിരിക്കുന്നത്. സോ ആൻഡ് ദിസ് ഇസ് റിഗാർഡ്സ് ക്രിസ്റ്റഫർ നോലൻ. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് എ റാൻഡം നെയിം ദാറ്റ് ഐ ഹാവ് ചോസൺ, ഐ ഹാവ് ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഒരു റാൻഡം പേര് അതിനകത്ത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. ഓക്കെ, ഗ്രീറ്റിങ്സിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ. ഈ ഗ്രീറ്റിങ്സ് പറയുമ്പോഴത്തേനും പല സ്റ്റുഡൻസും ചോദിക്കുന്നതാണ്, സ്വന്തം പേര് തന്നെ എഴുതണമെന്ന് നിർബന്ധമുണ്ടോ, അങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, ഇനി ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെയുള്ള പല ഡൗട്ട്സ് നമ്മുടെ സ്റ്റുഡൻസിന് വരാറുണ്ട്. സോ ഗ്രീറ്റിങ്സിന് നമ്മൾ പണ്ട് പബ്ലിക് എക്സാം ഒക്കെ എഴുതുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ ടൂവും ഫ്രമ്മും ഒന്നുമില്ല, ടു അഡ്രസ് ഇല്ല, ഫ്രം അഡ്രസ് ഇല്ല, നമുക്ക് സബ്ജക്റ്റ് അങ്ങനെയൊന്നും നമ്മൾ ഫോമാറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ആ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു ഫോർമൽ ലെറ്റർ ആണോ, ഇൻഫോർമൽ ലെറ്റർ ആണോ, അതോ സെമി ഫോർമൽ ലെറ്റർ ആണോ എഴുതുന്നതെന്നുള്ളത് അതുമാത്രം ശ്രദ്ധിക്കുക. ആൻഡ് താഴെ, അതായത് നമ്മൾ ഗ്രീറ്റ് ചെയ്ത് ലാസ്റ്റ് എഴുതി കഴിയുമ്പോഴും നമ്മളിതുപോലെ എഴുതണം. സോ ഈ രീതിയിലാണ് ഈ ഒരു ലെറ്റർ ഫോമാറ്റ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്, സോ ഐ ഹോപ്പ് നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് യെസ്, ലെറ്റർ റൈറ്റിംഗ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്ന കംപ്ലെയിനിങ് ലെറ്റർ ആയിരുന്നു. ഒരു പുതിയ കാര്യങ്ങൾ നമ്മൾ പല ഫ്രേസസ് അല്ലെ, അതെങ്ങനെയാണ് പറയേണ്ടത്, പോളിഷ്ഡായിട്ട് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. സോ അഗെയിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് ഇൻഫർമേറ്റീവ് ആൻഡ് താങ്ക് യു all for the participation. That's all for today, and see you in the upcoming sessions. Thank you so much.